നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് മുന്നോടിയായി അറബ് ലോകത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇറാനിയൻ ആക്ടിംഗ് ഇറാനിയൻ FM അലി ബഗേരി ഖാനി ഇസ്രായേൽ മുസ്ലിം ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്ന ഒരു തിന്മ എന്ന് മുദ്രകുത്തി. അതിന്റെ കൊലപാതക നയം തന്ത്രപരമായ ഭീഷണിയാണെന്ന് അപലപിച്ചു. ഓഗസ്റ്റ് 6-ന് ജിദ്ദയിൽ പാകിസ്ഥാൻ FMുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. ഇറാനുമായുള്ള പാകിസ്ഥാൻ പിന്തുണയെ ഖാനി പ്രശംസിച്ചു. തങ്ങളുടെ രാജ്യത്തെത്തിയ ഹാനിയെ കൊലപ്പെടുത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി ആരോപിച്ചത്. ഇസ്രയേലിന് ശിക്ഷ വിധിക്കണമെന്നും അതിന് തങ്ങൾ അധികാരമുണ്ടെന്നും കനാനി അവകാശപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ചേരുന്ന വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലും ഈ വിഷയം ഉയർത്തിക്കാട്ടുമെന്നും കനാനി പറഞ്ഞു. ഇറാൻ തിരിച്ചടിക്കുന്നതോടെ ഇസ്രയേൽ അവരുടെ തെറ്റ് മനസ്സിലാക്കുമെന്ന് IRGC ചീഫ് ഹുസൈൻ സലാമിയും പറഞ്ഞു. അതേസമയം മേഖലയിൽ സംഘർഷ സാധ്യത ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ അറബ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തേണ്ട ആവശ്യമില്ലെന്നും ഇസ്രയേലിനെതിരെ പോരാട്ടം നടത്തുമെന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞുവെന്നും അതിന് തുടർച്ചയായി എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും ഇറാൻ പറയുന്നു. സംഘർഷം യുദ്ധത്തിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് പൗരന്മാരോട് ലബനൻ വിടണമെന്നാണ് US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അമേരിക്കയ്ക്ക് പുറമെ UK, സ്വീഡൻ, ഫ്രാൻസ്, കാനഡ, ജോർദാൻ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം തങ്ങൾക്കെതിരായ ഏതൊരു നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന നിലപാട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു. തിന്മയുടെ മുഖങ്ങൾക്കെതിരെ ഇസ്രായേൽ പോരാടുമെന്നും നെതന്യാഹു പറയുന്നു. അതിനിടെ കിഴക്കൻ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ദരാജ് ഏരിയയിലെ ആൽതാബിൻ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിൽ സ്ത്രീയും കുട്ടികളും പ്രായമേറിയവരും ഉൾപ്പെടുന്നതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞയാഴ്ച ഗാസയിലുടനീളമുള്ള 3 സ്കൂളുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെയാണ് പുതിയ ആക്രമണം. സ്കൂളുകൾ ഒരു ഹമാസ് ആസ്ഥാനമായി ഉപയോഗിക്കുകയാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണം. സ്കൂളുകളിൽ കഴിഞ്ഞവർ പ്രഭാത പ്രാർത്ഥന നടത്തുമ്പോഴായിരുന്നു മിസൈൽ ആക്രമണം. കൂട്ടക്കൊലയുടെ ഭീകരത കാരണം മെഡിക്കൽ ടീമുകൾ, സിവിൽ ഡിഫൻസ്, ദുരിതാശ്വാസ എമർജൻസി ടീമുകൾ മണിക്കൂറുകൾക്ക് ശേഷവും മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ബോംബാക്രമണം നടന്ന ഒരു സ്കൂളിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് നിരവധി ഫലസ്തീനുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഫലസ്തീൻ മാധ്യമപ്രവർത്തകർ ഹോസാം ഷബാത്ത് പറയുന്നു. പ്രദേശത്തേക്കുള്ള ജലവിതരണം ഇസ്രായേൽ വിച്ഛേദിച്ചതിനെ തുടർന്ന് തീപിടുത്തത്തിൽ കുടുങ്ങിയവരെ സഹായിക്കാൻ രക്ഷാസംഘത്തിന് കഴിയുന്നില്ല എന്നും ഷബാത്ത് പറഞ്ഞു. ഗാസ സിറ്റിയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളിൽ ഓഗസ്റ്റ് 4-ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലെ ഹമാമ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 17 പേരാണ് കൊല്ലപ്പെട്ടത്. ഓഗസ്റ്റ് 1-ന് ദലാൽ അൽ മുഗ്രിബി സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ 15 പേരാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.